ഹലോ എൻ്റെ ക്യൂട്ടീസ്. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ Q&A ചെയ്യാൻ പോവാണ്. ആ പോസ്റ്റിന് താഴെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടുപിടിച്ച് അതിൻ്റെ ആൻസർ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണം, ഫുള്ള് വാച്ച് ചെയ്യണേ. അപ്പം ഹോം ടൂറൊക്കെ പിന്നെ ചെയ്യാം നമുക്ക് കേട്ടോ. ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ക്രാഫ്റ്റുകൾ, ഇതുവരെ ഇഷ്ടംപോലെ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പം എന്താ പറയണ്ടേ, പേപ്പർ ക്രാഫ്റ്റ് ആയാലും പ്ലാസ്റ്റിക്കും ഉണ്ട്, കുറേ ക്രാഫ്റ്റ് നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ. എൻ്റെ ഷോർട്സിനകത്തെല്ലാം ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ടോ? നെഗറ്റീവ് കമൻറ്റ്സൊക്കെ തുടക്കത്തിൽ വന്നിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമ്മൾ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യേണ്ട. തുടക്കത്തിൽ നമുക്ക് വിഷമം തോന്നുമായിരുന്നു, ഇതെന്താ ഇങ്ങനെ നമ്മളോട് പറയുന്നതെന്നൊക്കെ. പിന്നെ മനസ്സിലായി നമുക്ക് നെഗറ്റീവ് വരുന്നുണ്ടെന്നർത്ഥം നമ്മൾ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ അത് മൈൻഡ് ചെയ്യല്ല. ഏജ് ഒരു നമ്പറല്ലേ, എന്തുവാ ഇതൊക്കെ ചോദിക്കണം. പേരൻസ് സപ്പോർട്ടാണ്, പിന്നല്ലാതെ എൻ്റെ പേരൻസും എൻ്റെ ഫാമിലിയും ഫുൾ സപ്പോർട്ടാണ്. യൂട്യൂബ് ഇൻകം ഉണ്ടോ? ഇല്ലടാ, മോണിറ്റൈസേഷൻ ആയിട്ടില്ല. മോണിറ്റൈസേഷൻ ആകുമ്പോഴത്തേനൊക്കെ ഹൂ ഈസ് യുവർ ഫേവറേറ്റ് യൂട്യൂബർ? ഞാൻ അങ്ങനെ ഫേവറേറ്റ് എന്ന് പറയാൻ എനിക്ക് ആരെയും ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഇഷ്ടമല്ല. ഇപ്പം നീനു ആണെങ്കിലും കടികളാണെങ്കിലും, പിന്നെ ആഫ്തെ എനിക്ക് അറിയാവുന്നതാണ്. പിന്നെ നമ്മുടെ ക്രിയേറ്റീവ് എഞ്ചിൽ എനിക്ക് തുടക്കം മുതലേ എനിക്കൊരു പോസിറ്റീവ് വൈബ് തന്ന ആരാന്ന് വെച്ചാൽ ക്രിയേറ്റീവ് എഞ്ചിൽ തന്നെയാണ്. ഞാൻ എല്ലാവരെയും ക്രാഫ്റ്റിനെയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ആർക്കും ചെയ്യാന്നുള്ളതാണ്. അപ്പം എല്ലാവരുടെ ക്രാഫ്റ്റിനകത്തും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഉള്ളതുകൊണ്ടാണ് അവർ ആ ക്രാഫ്റ്റ് ട്രൈ മതി. അപ്പം എല്ലാവരും ക്രാഫ്റ്റ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫേവറേറ്റ് ഒന്നുമില്ല. എനിക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ. ഇൻട്രൊഡ്യൂസ് യുവർ ഫാമിലി. അപ്പോൾ ഫാമിലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇപ്പം ഞങ്ങളിവിടെ ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഹസ്ബൻഡുണ്ട്, 2 കുട്ടികളുണ്ട്. അപ്പം ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കേട്ടോ. മോള് 10 പഠിക്കും കേട്ടോ. മോന് കൊച്ചുമോനാണ് കേട്ടോ. അവൻ 2-ായിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഡിസ്ട്രിക്റ്റ് ഓക്കെ. ഞാനിപ്പം ഡൽഹിയിലാണ് സെറ്റിൽഡ്. പക്ഷേ ഞാൻ ജനിച്ചത് കോട്ടയത്താണ്. വളർന്നത് എല്ലാം നമ്മൾ ചെടിച്ച് പഠിച്ച് കഴിഞ്ഞ് പഠിത്തത്തിന് വന്നപ്പോഴത്തേനാണ് ഡൽഹിയിൽ ഞാൻ വന്നത്. പക്ഷേ കല്യാണം കഴിച്ചത് കൊല്ലമാണ്. അപ്പം എൻ്റെ ഡിസ്ട്രിക്റ്റ് ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. കൊല്ലവും കോട്ടയം രണ്ടും എൻ്റെ ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. ഫേസ് റിവീൽ ഇപ്പോഴൊന്നുമില്ലടാ. ഇഷ്ടമില്ലാത്ത യൂട്യൂബർ എന്ന് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരോടും ഇഷ്ടമില്ലാത്ത യൂട്യൂബറില്ല. അപ്പോൾ യൂട്യൂബർ എന്ന് പറയുമ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരെയും ഹർട്ട് ചെയ്യാൻ പാടില്ല. ആരോർക്കും ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞ് അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കില്ല, അത്രയേ ഉള്ളൂ. അവർ നമ്മളെ പോലെ തന്നെയാണ്, നമ്മളും അവരെ പോലെ തന്നെയാണ്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്തൊരു അവരെ സപ്പോർട്ട് ചെയ്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. അതിപ്പോൾ ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും ആരായാലും, അത്രേ ഉള്ളൂ. മാരീഡ് ആണോ? മാരീഡ് ഒക്കെ ഉണ്ടോ? പ്ലേസ് എവിടെ? പ്ലേസ് ഞാൻ പറഞ്ഞു ഓൾറെഡി. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ റിഗ്രറ്റ് ഉണ്ടായിരുന്നു. റിഗ്രറ്റ് എന്നല്ല, ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ എൻ്റെ സത്യം പറഞ്ഞാൽ പണ്ടോട്ടേ വരയ്ക്കാറുണ്ട്. കുറച്ചൊക്കെ വരയും കുറേയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേർക്ക് എന്തെങ്കിലും നമ്മൾ സ്കൂളിലത്തെ ക്രാഫ്റ്റ് അല്ല എന്തെങ്കിലുമൊക്കെ ഒക്കേഷനൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ മോനാണ് ഇങ്ങനെ ഓരോ സാധനവും യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ കണ്ടുപിടിച്ച്, മമ്മി ഇതുണ്ടാക്കി തരാമോ അതുണ്ടാക്കി തരാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ തുടങ്ങിയപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്കെന്നാ ഒരു യൂട്യൂബ് തുടങ്ങിക്കൂടെ, നിനക്ക് ഇതൊക്കെ വരയ്ക്കുന്ന. ഞാൻ സത്യം പറഞ്ഞാൽ ഡ്രോയിങ് ഷെയർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ യൂട്യൂബ് തുടങ്ങിയതാണ്. റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഒരു വട്ടയ്ക്ക് ഭയങ്കരമായിട്ട് നമ്മൾ തുടക്കത്തിൽ യൂട്യൂബിൽ നമ്മുടെ ഒരു 100 സബ്സ്ക്രൈബർ ആകാൻ വേണ്ടി നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടു. 100-ൽ നിന്ന് പിന്നെ 500 ആകാൻ വളരെ കഷ്ടപ്പെട്ടു. നമ്മൾ എത്ര നല്ല വീഡിയോ ഇട്ടിട്ടും പിന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു മെഷീനാണെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ ചിലരൊക്കെ പെട്ടെന്ന് റീച്ച് എത്തും. പിന്നെ അത് ഓരോരുത്തരുടെ ഭാഗ്യം അനുസരിച്ചാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലർ ഒരു ചെറിയൊരു സിമ്പിൾ വീഡിയോ ഇട്ടാലും പെട്ടെന്ന് റീച്ച് എത്തും. അതേ സെയിം വീഡിയോ നമ്മൾ ഇച്ചിരി പെർഫെക്ഷനായിട്ട് ഇട്ടാലും നമുക്ക് കിട്ടത്തില്ല. അപ്പം അന്നേരം തുടക്കത്തിൽ ഇച്ചിരി റിഗ്രറ്റ് എന്നല്ല, എനിക്കൊരു സങ്കടം തോന്നാറുണ്ടായിരുന്നു. ഫേസ് റിവീൽ ഇപ്പോഴൊന്നും ഇല്ലടാ. നെഗറ്റീവ് കമൻറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ അപ്പം നെയിം നിങ്ങളെന്നെ റായ എന്ന് വിളിക്കാം. കോണ്ടൻറ്റ് ഒക്കെ എങ്ങനെ കിട്ടും? കോണ്ടൻറ്റ് എന്ന് പറയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവരെ പോലെ തന്നെയാണ്. നമ്മൾ
ഈ വലിയ യൂട്യൂബർ തൊട്ട് കുഞ്ഞു യൂട്യൂബർ ആയാലും എല്ലാവരും പിൻട്രസ്റ്റ്, ഇൻസ്റ്റാഗ്രാം, പിന്നെ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത്, പിന്നെ പലരുടെയും യൂട്യൂബ് വീഡിയോസ് ഇതിൽ നിന്നൊക്കെ തന്നെ കോണ്ടൻറ്റ് കിട്ടുന്നത്. പക്ഷെ കണ്ടൻറ്റിൽ നിന്ന് നമ്മൾ അതിനകത്തുനിന്ന് ഇച്ചിരി കൂടെ മോഡിഫിക്കേഷൻ ചെയ്ത് നമ്മുടേതായ എന്തൊരു സ്പാർക്കിൾ അതിനകത്ത് ഇടുക. അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ സെയിം അതുപോലെ തന്നെ നമുക്ക് റിക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. എല്ലാവരുടെ ക്രാഫ്റ്റും വളരെ ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർ നമ്മളിപ്പോൾ ആഹാരം ഉണ്ടാക്കുന്നതിന് നമ്മൾ പറയത്തില്ല, ഒരാളുണ്ടാക്കിയ ആഹാരം അതേപോലെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതിനെ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ഇച്ചിരി കൂടെ കൂട്ടിയും കുറച്ചും ഒക്കെ വെച്ച് നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇൻകം കിട്ടുന്നുണ്ടോ? ഇല്ലാതെ ഞാൻ പറഞ്ഞില്ല, യൂട്യൂബ് തുടങ്ങുമ്പോൾ ഫാമിലി, പിന്നെ അല്ലാതെ എൻ്റെ സപ്പോർട്ട് എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. പാരൻസ് അഫ്കോഴ്സ്, എൻ്റെ പാരൻസും എൻ്റെ അതിനകത്ത് മെസ്സേജ് ചെയ്യുന്നതിൽ ചിലരൊക്കെ എൻ്റെ മമ്മിയും പപ്പായും പിന്നെ എൻ്റെ കസിൻസൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അവരൊക്കെ പിന്നെ അവരെയൊന്നും നമ്മൾ പിന്നെ അവർ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്കുള്ളപ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിഗ്രറ്റ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ റിഗ്രറ്റ് എന്നല്ല, ഞാൻ പറയട്ടെ, യൂട്യൂബ് എന്ന് പറഞ്ഞ മെഷീൻ എന്ന് പറയുന്നതിൻ്റെ പോലെ ചില കാര്യങ്ങൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നല്ലവണ്ണം ഉണ്ടാക്കി പെർഫെക്റ്റ് ആയിട്ട് ഏകദേശം ഒരു നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കി കഴിയുമ്പം ആ വീഡിയോ ചിലപ്പം കയറിയില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വിഷമം തോന്നും. ആ സമയം നമ്മൾ വലിയ ഹാർഡ് വർക്കൊന്നും ചെയ്യാതെ ഇച്ചിരി സിമ്പിളായിട്ട് ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ പെട്ടെന്ന് കയറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സങ്കടം വരും. അയ്യോ എന്താടേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ 60 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 2 ഡേയുടെ ഒരു ഹാർഡ് വർക്ക് അതിനകത്തുണ്ടായിരിക്കും. അപ്പോൾ അത് കിട്ടാതാകുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് കമൻസ് വായിക്കാറൊക്കെ ഉണ്ട്. തുടക്കത്തിൽ എനിക്ക് വിഷമം തോന്നാറുണ്ട്, അയ്യോ നമ്മൾ ഇതെന്താ ഇങ്ങനെ. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി, അവർക്ക് നമ്മളോട് എന്തെങ്കിലും പേഴ്സണലായിട്ടല്ല, അവർക്ക് ചിലപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്ന ഇഷ്ടമില്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നല്ലതായതുകൊണ്ട് നമ്മളെ ഒന്ന് താഴ്ത്താണ്. അല്ലെങ്കിൽ മാക്സിമം ആൾക്കാർ വരുന്ന അറ്റൻഷൻ സീക്കിങ് ആൾക്കാരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അവർക്കൊരു അറ്റൻഷൻ നമ്മൾ കൊടുക്കണം എന്നുള്ളവരാണ് നമുക്ക് നെഗറ്റീവ് എടുക്കുന്നത്. അപ്പോൾ അത് ഫോട്ടോയിൽ നോക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നത്, അയ്യോ ആ കോപ്പി അടിച്ചു, ഈ കോപ്പി അടിച്ചു എന്ന് തുടക്കത്തിൽ ഇങ്ങനെ ചെറുത് നമ്മൾ തുടങ്ങും. പക്ഷെ കോപ്പി അടിക്കാൻ മാത്രം എന്തുവാടേ ഇത്? കോപ്പി അടിക്കാൻ പറ്റിയ സാധനമാണ് ക്രാഫ്റ്റ്, അല്ലല്ലോ. നമുക്കത് കാണാം, പലരുടെയും കോപ്പിയാണെന്ന് നമ്മൾ വിചാരിക്കുന്ന സാധനങ്ങൾ അവരും പല സ്ഥലത്തു നിന്ന് എടുത്ത്. ഇപ്പം ആരുടെയും പേര് പറയുന്നത് എല്ലാവരും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിൻട്രസ്റ്റ് ഇപ്പം കടികളാണ് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ പിൻട്രസ്റ്റിൽ നിന്നും ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മളെല്ലാവരും ഏകദേശം സെയിം തന്നെ ചെയ്യുന്നത്. ഇതെല്ലാം മാക്സിമം എല്ലാവരും നമുക്ക് കിട്ടുന്ന എല്ലാവരും ഫോറിനായിട്ടുള്ള അബ്രോഡിലുള്ള ഫോറിനേഴ്സായിട്ടുള്ള ഒത്തിരി ക്രാഫ്റ്റേഴ്സിൽ നിന്നും അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്നും, നമ്മുടെ ഇന്ത്യയുടെ തന്നെ പല സ്ഥലത്തു നിന്നുള്ള ക്രാഫ്റ്റേഴ്സിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. അതിനെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കുക. അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സ്വന്തമാണത്, മനസ്സിലായോ? അവരുണ്ടാക്കിയത് വേറൊരു രീതിയായിരിക്കും, നമ്മളുണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടി വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം ആ സാധനം നമ്മളുണ്ടാക്കി, അപ്പം നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ചായ ഉണ്ടാക്കും. ഇന്ന് നിങ്ങൾ ചായ ഇട്ടാൽ നിങ്ങൾ പറയും, ഞാനാ ചായ ഇട്ടേ എന്നല്ലേ പറയുന്നത്. അല്ലാതെ പറയുമോ, അയ്യോ എൻ്റെ ചേച്ചി ചായ ഇട്ട, അല്ലെങ്കിൽ എൻ്റെ അനിയത്തി അല്ലെങ്കിൽ മമ്മിയാന്ന് പറയും. മമ്മി ഇടുമ്പോൾ പറയും, അമ്മ ഇടുമ്പോൾ പറയും, ഇന്ന് അമ്മയാണ് ചായ ഇട്ട്, അല്ലെങ്കിൽ അമ്മയാണ് ഫുഡ് ഉണ്ടാക്കിയത്. അപ്പം ആ ക്രെഡിറ്റ് ഉണ്ടാക്കിയവർക്കാണ്, അല്ലാതെ അത് വേറെ ആരുടെ നിന്നാണ്. ഇപ്പം ചായ ഉണ്ടാക്കാൻ പഠിക്കുന്ന വർഷങ്ങളായിട്ട് നമ്മൾ പലരുടെ നിന്ന് കണ്ടുപിടിച്ചത്, എന്ന് വെച്ചാൽ കോപ്പി അടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലല്ലോ. അത് നമ്മളൊരു സാധനം പഠിക്കാം. ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ലേണിംഗ് തന്നെയാണ്. പുതിയ എക്സ്പീരിയൻസ് ഞാൻ വളരെ എൻജോയ് ചെയ്താണ് എൻ്റെ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുന്നത്. അതെനിക്ക് പോട്ടെ, ഇങ്ങനെ തട്ടിക്കുട്ട് പരിപാടിക്കല്ല ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട് എനിക്കൊരു ഹോബി, എൻ്റെ സെൽഫായിട്ടുള്ള ഒരു മീ ടൈമാണ് എൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ ആം എ ബിഗ് ഫാൻ. ഐ ഹോപ്പ് യു റീഡ് ദിസ് വൺ. മൈ നെയിം ഈസ് സായ ആൻഡ് പ്ലീസ് ടെൽ ഇറ്റ്. ഓക്കെ, ഈ കമൻറ്റ് എഴുതിയത് ചാമിങ് വിത്ത് ലക്ക് എന്നാണ്, പക്ഷേ ആ കുട്ടിയുടെ പേര് സായയാണ്. ഓക്കെ, ഹായ് സായ. അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്, പ്ലീസ് ടെൽ ഇറ്റ് എന്ന്. അപ്പോൾ ഐ ആം സെയിങ് ഇറ്റ്. ഓക്കെ, ദിസ് ഇസ് സായ എന്നാണ് കുട്ടിയാണ് അയച്ചത്. അപ്പോൾ ഡെസ്ക് ഡെക്കോർ ടൂറ്. ഡെസ്ക് ഡെക്കോർ ഓൾറെഡി ഞാൻ ഡെസ്ക് ഡെക്കോർ ചെയ്ത ബിന്ദെന്നാണ് എന്താണെന്നല്ല, എന്തായാലും ഡെസ്ക് ഡെക്കോർ ഓൾറെഡി ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പോൾ റായ ചേച്ചീൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് മോനെ ഞാൻ പറഞ്ഞു, ഞാൻ ജനിച്ചതെല്ലാം കോട്ടയത്താണ്, പിന്നെ കല്യാണം കഴിച്ചത് കൊല്ലത്താണ്. പക്ഷേ ഇപ്പോൾ താമസിക്കുന്നത് ഞങ്ങൾ ഡൽഹിയിലാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടി വന്ന് ഇവിടെ പഠിച്ചു, ഇവിടെ തന്നെ ജോലി ചെയ്ത്, ഇവിടെ തന്നെ ഇപ്പം പിള്ളേർ ആയിട്ട് നമ്മൾ സെറ്റിൽഡായിട്ട് ഇവിടെ തന്നെയാണ്. യൂട്യൂബ് ഇൻകം ആയിട്ടില്ലടാ മോനെ. പിന്നെ എന്തോ എഴുതിയിരിക്കുന്നത്, ഗുഡ്
വെക്കേഷൻ ആണ് സിസ്റ്റർ അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഷോർട്ടിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, യുവർ ഫേവറേറ്റ് യൂട്യൂബർ. എനിക്ക് ഫേവറേറ്റ് എന്ന് പറയാൻ എല്ലാവരും എൻ്റെ ഫേവറേറ്റ് തന്നെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അന്നും പറയുന്നതാണ്. കാരണം എല്ലാവരിലും ചെറുതും വലുതായിട്ടുള്ള പല പല കാര്യമുണ്ട്. പക്ഷേ എനിക്ക് ഇച്ചിരി നമ്മൾ പലരോടും ഇപ്പം തുടക്കത്തിൽ നമ്മൾ കുഞ്ഞായിരുന്ന യൂട്യൂബറായപ്പം നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ പലരും ആരും ചെയ്തില്ലടാ. ഞാൻ സത്യമായിട്ട് പറയട്ടെ, ഞാൻ നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യമില്ല എനിക്ക്. അപ്പം ആരും ചെയ്ത് ഈ വലിയ യൂട്യൂബേഴ്സ് ആണെങ്കിലും അവരാരും നമ്മളെ ചിലപ്പം അവർ പറയുന്നതിന് സത്യമുണ്ട്, ശരിയാ, ഒരാൾക്ക് ചെയ്ത മറ്റൊരാൾ എങ്ങനെ. പക്ഷെ ഞാൻ മാക്സിമം നിങ്ങൾ കൊച്ചു യൂട്യൂബറെന്നോ വലിയ യൂട്യൂബറെന്നോ വിചാരിച്ചല്ല ഞാൻ ആരുടെയും വീഡിയോ കാണുന്നത്. അപ്പം പക്ഷെ ആ കാര്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാൾ നമ്മുടെ ക്രിയേറ്റീവ് ഏഞ്ചൽ തന്നെ കേട്ടോ. ക്രിയേറ്റീവ് ഏഞ്ചൽ എനിക്ക് അവരുടെ പുള്ളിക്കാരിക്ക് 113K ഒക്കെ ഉണ്ട്. എന്നാലും പുള്ളിക്കാരി കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് എൻ്റെ ചാനലിൻ്റെ ID ഇട്ടിട്ടുണ്ട്. അത് എനിക്കൊരു വലിയൊരു കാര്യമാണ്. ഞാൻ ഒരു ചെറിയൊരു യൂട്യൂബെന്ന് വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേന് നമ്മൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മെഷീൻ നമ്മളെ ഒന്ന് കണ്ട് പഠിച്ച് നമ്മൾ വരുമ്പോഴത്തേന് നമ്മളെപ്പോഴത്തേനും ചിലപ്പോൾ ഡെസ്പായി പോകും കേട്ടോ. പിന്നെ വേറെ ഒറ്റ ആരും ഒരാളും അവരൊക്കെ വലിയ യൂട്യൂബറായി കഴിയുമ്പോൾ നമ്മളെ സഹായിക്കുമെന്ന് വെച്ചാൽ ചിലപ്പോൾ സഹായിച്ചില്ല. ഇവരിൽ ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്ക് എന്നാൽ ഞങ്ങളുടെ ഒന്ന് ഇടാവോന്ന്. പക്ഷെ അവരാരും ഇടത്തില്ല. അവർ പറയുന്നത് സത്യമാണ്. അവർ പറയുന്നത് ഒരാളുടെ ഇട്ടാൽ മറ്റുള്ളവരുടെ ഇടത്തില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വേറൊന്നുമല്ല പറയുന്നത്. അപ്പം വല്ലപ്പോഴും ഒക്കെ ഒരു ഒന്നിച്ചൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ 5-6 പേരുടെ പേരിട്ടുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ലെന്നാണ് എൻ്റെ വ്യത്യാസം കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറയുമ്പോൾ കടൽ, നീനു, ആഫ്തായ, പിന്നെ ക്രിയേറ്റീവ് ഏഞ്ചൽ, പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് പിന്നെ ക്രേസി കാസിൽ, പിന്നെ അങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ക്രേസി കാസിൽ ആ കുട്ടി നല്ലൊരു കുട്ടിയാട്ടോ. ആ കുട്ടിയും എൻ്റെ തുടക്കത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചാനൽ ഇടുകയെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു പ്രാവശ്യം ചുമ്മാ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി കുട്ടി എൻ്റെ ചാനലിൻ്റെ പേരും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാൽ ഞാൻ വന്ന വഴി മറക്കത്തില്ല. അപ്പം ഞാൻ ഈ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി തന്നെ ഞാൻ നമ്മുടെ കൊച്ചു യൂട്യൂബേഴ്സ്, നമ്മുടെ നമ്മുടെ ക്യൂട്ടീസിന് വേണ്ടിയാണ്. അവർ തമ്മിൽ അവർക്ക് അറിയാവുന്നവർക്ക് അവരുടെയൊക്കെ സബ്സ്ക്രൈബ് കൂട്ടിക്കോട്ടെ, അവർക്ക് അറിയാവുന്നവരോട്ട് മിണ്ടിക്കോട്ടെ എന്ന് വെച്ചാൽ ഉണ്ടാക്കിയ ചാനൽ. അല്ലാതെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ചാനലല്ല. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ആരും ചെയ്യത്തില്ല. വാട്സപ്പ് ചാനൽ എല്ലാവരും ഉണ്ടാക്കും. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒന്നും കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഓണർ എഴുതുന്ന സാധനം അല്ലെങ്കിൽ അഡ്മിനി എഴുതുന്ന കാര്യങ്ങൾക്ക് വായിക്കാൻ പറ്റും, പക്ഷെ ആർക്കും റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കാരണം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും സംസാരിക്കുകയോ എടുക്കുകയോ അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ആരും സ്വന്തം വാട്സപ്പിനകത്ത് വേറെ ആരെങ്കിലും കയറ്റുമില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ യൂട്യൂബ് ഇതിനകത്തുനിന്ന് തന്നെ പല ഒത്തിരി എൻ്റെ ക്യൂട്ടീസ് അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതിനകത്ത് ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. ആരും വഴക്ക് പറയാനൊന്നും വരുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിനകത്ത് അവർ തമ്മിൽ പിന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കി, അത് വേറെ കാര്യം. അങ്ങനെയുണ്ട്. അപ്പം അവർക്കൊക്കെ വേണം. അപ്പം റീസൺ ഫോർ സ്റ്റാർട്ടിങ് ചാർജിന് ഞാൻ പറഞ്ഞു, എൻ്റെ കൊച്ചു മോന് പറഞ്ഞ് അവന് ക്രാഫ്റ്റ് ഉണ്ടാക്കുകയും ഡ്രോയിങ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തപ്പം അങ്ങനെ ഫാമിലി പറഞ്ഞപ്പോൾ ഞാൻ തുടങ്ങി നോക്കിയാണ്. പിന്നെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇനി കൂടുതൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കൂടുതൽ ലെന്ത് കൂടിയെങ്കിൽ ക്ഷമിക്കുക കേട്ടോ.